ഹലോ മച്ചന്മാരെ, നമ്മളുടെ ഗോവയിലെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. അങ്ങനെ നമ്മൾ കാലങ്കോട്ട് ബീച്ചിൽ റൂം എടുത്ത് അവിടെ നിന്ന് വണ്ടിയും എടുത്ത് മോർജിയം ബീച്ചിലേക്ക് പോയോണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്നത്. മൊത്തം അങ്ങനെ ഒരു 17 കിലോമീറ്റർ താണ്ടിയാൽ മാത്രമാണ് നമുക്ക് മോർജിയം ബീച്ചിൽ എത്താൻ സാധിക്കുക. അപ്പോൾ പോകുന്ന വഴിയിലാണ് ഈ സീലോം ബ്രിഡ്ജിന്റെ മുകളിൽ നമ്മൾ എത്തിയത്. ചാപ്പോര റിവറാണ് ഇതിന്റെ താഴെ കൂടെ പോകുന്നത്. അതായത് ഈ റിവർ പോയി ചേരുന്നത് നമ്മുടെ കടലിലാണ്. അവിടെ അങ്ങറ്റത്തായിട്ട് കുറച്ച് ബോട്ടുകളൊക്കെ കണ്ടു. ഇതൊക്കെ പ്രൈവറ്റ് ബോട്ടുകളാണ്. അങ്ങനെ ഇവിടെ നമ്മൾ മോർജിയം ബീച്ചിൽ എത്തിയപ്പോഴാണ് ബോറാന്ന് ഇവിടെ ഒരു ബോർഡ് വെച്ചാണ്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഞാനൊരു ബോറിനാണ്. പക്ഷെ അതല്ല ഗൈസ്, ഈ ബോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രഞ്ചിലുള്ള എന്തോ ഒരു ദ്വീപിന്റെ പേരാണ്. അതാണ് ഗൂഗിൾ അമ്മായി ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നത്. വടക്കൻ ഗോവയിലെ ഏറ്റവും ശാന്തവും മനോഹരവുമായ ബീച്ചുകളിൽ ഒന്നാണ് ഈ മോർജിയം ബീച്ച്. തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരിടാണത്. സംശയയിലോ ചാപ്പോറ നദിയില്ലേ നമ്മൾ വരുന്ന വഴിക്ക്, അത് കടലിൽ ചേരുന്ന ഭാഗമാണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അപൂർവ ഇനം പക്ഷികളെ ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും. ഫോട്ടോഗ്രാഫ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു സ്ഥലമാണ്. നമ്മുടെ സേഫ്റ്റിക്ക് ഒരുപാട് സെക്യൂരിറ്റി ടീമുകളൊക്കെ നമുക്കിവിടെ കാണും. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമുള്ളൊരു ബീച്ചാണ് ഈ മോർജിയം ബീച്ച്. കാലങ്കോട്ട് ബീച്ചുകളെ അപേക്ഷിച്ച് ഇവിടെ തിരക്ക് വളരെ കുറവാണ്. കടൽ വെള്ളം ആഴം കുറഞ്ഞത് കൊണ്ട് നീന്താൻ സൗകര്യപ്രദമായിട്ടുള്ളൊരു ബീച്ചും കൂടിയാണ് ഇത്. സമാധാനമായി സൂര്യാസ്തമയം കാണാനും നടക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ സ്വർഗ്ഗമായിരിക്കും. കൂടുതലും ഫോറിനേഴ്സ് മോർണിംഗ് ടൈം, അതായത് ഒരു കാലത്ത് 8 മണി മുതൽ അല്ലെങ്കിൽ 7 മണി മുതലാണ് അവർ വന്ന് തുടങ്ങുക. വൈകിട്ട് ഒരു 3 മണി 4 മണി വരയ്ക്കും ഫോറിനേഴ്സിന്റെ തിരക്കായിരിക്കും ഒട്ടുമിക്ക എല്ലാ ബീച്ചുകളിലും നമുക്ക് കാണാൻ സാധിക്കുക. അതിനുശേഷം ഇന്ത്യൻസ് ആയിരിക്കും കൂടുതലും ബീച്ചിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബെസ്റ്റായിട്ടുള്ള സമയം ഏതാണെന്ന് നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് ഏതൊരു ബീച്ചിലായാലും ഗോവയിൽ പോകാൻ ശ്രമിക്കുക. അതുപോലെ മച്ചന്മാരെ, ഈ ഒരു ബീച്ചിൽ ധാരാളം റഷ്യൻ വിനോദസഞ്ചാരികളാണ് വരുന്നത്. ഇവർ വരുന്നത് മാസങ്ങളോളം ഈ ബീച്ചിനോടനുബന്ധിച്ചിട്ടുള്ള റിസോർട്ടുകളിലേക്കാണ് താമസിക്കുന്നത്. ഇവിടെ പല സൈൻ ബോർഡുകളിലും മെനു കാർഡുകളിലും റഷ്യൻ ഭാഷയിൽ നമുക്ക് പല കാര്യങ്ങൾ കാണാൻ സാധിക്കും. നോർത്ത് ഗോവയിൽ കാണുന്ന ബീച്ചുകളിൽ ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതിൽ ഇന്ത്യൻസ് വളരെ കുറവാണ്. അതിൽ മഹാരാഷ്ട്രയുമായി അതിർത്തി പങ്കിടുന്ന ബീച്ചുകൾ, മെയിൻ ബീച്ചുകളായ അരബോൾ ബീച്ച്, അഞ്ജന ബീച്ച് എന്ന് തുടങ്ങിയിട്ടുള്ള ബീച്ചുകളിലെല്ലാം നമുക്ക് ഇന്ത്യൻസിനെ വളരെ കുറവായിരിക്കും. ഫോറിനേഴ്സ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യൻസിന് വളരെ പരിചിതം കുറവായിട്ടുള്ള ഒരു ബീച്ച് സമൂഹം തന്നെ ഇവിടെയുണ്ട്. അങ്ങനെ നമ്മൾ ഒട്ടുമിക്ക മോർജിയം ബീച്ചിലെ കാഴ്ചകളും കണ്ടു കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഇവിടെ നിന്നും അടുത്ത ബീച്ചിലേക്ക് പോകാനുള്ള പ്ലാനിൽ വണ്ടി എടുക്കാൻ പോവുകയാണ്. നമ്മൾ ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. മറ്റന്മാരെ, നമ്മൾ ഇനി പോകുന്നത് മോർജിയം ബീച്ചിൽ നിന്ന് അശ്വിൻ ബീച്ചിലേക്കാണ്. ഏതാണ്ട് ഒരു 3-4 കിലോമീറ്ററാണ് നമുക്ക് ഇവിടുന്ന് അവിടേക്ക് എത്തിച്ചേരാൻ എടുക്കുന്ന സമയം, അല്ലെങ്കിൽ കിലോമീറ്റർ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഗസ്റ്റുള്ള പോലെ നമുക്ക് തോന്നില്ല ഫസ്റ്റ് ലുക്കിൽ. പിന്നെ ഞാൻ ചെറുതായിട്ട് അങ്ങോട്ട് അടുത്തേക്ക് നടന്ന് തുടങ്ങിയപ്പോൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ നടന്ന് അടുത്തേക്ക് വന്നപ്പോൾ അതേ ഒരു പയ്യനെ ഇവിടെ മണ്ണിലിട്ട് മൂടി വെച്ചാണ്. ഇതെന്തിനാ സംഭവം എന്നൊന്നും കയറി അവൻ മറ്റേ സാൻഡ് ബാത്ത് ചെയ്യുന്നൊരു സംശയം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നടന്നു തുടങ്ങി ഗൈസ്. നമ്മൾ മുന്നേ കണ്ട ബീച്ചിലത്തെ പോലെ തന്നെ വലിയ തിരക്കുകളൊന്നും ഇല്ലാതെ വളരെ ശാന്തിയും സമാധാനമൊക്കെ ആഗ്രഹിച്ച് കുളിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് പറ്റിയൊരു ബീച്ചാണ്. മെയിനായിട്ട് ഈ ഗോവൻ ബീച്ചുകളിലൊക്കെ ഈ ആമകളൊക്കെ ടട്ടിൽസൊക്കെ വന്ന് മുട്ടയിടാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ സാധിച്ചില്ലേ. നമുക്കിവിടെ ബൈക്ക് പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. ഉള്ളതിനാണ് പേയ്മെന്റ് കൊടുക്കും വേണം. അതുകൊണ്ട് തന്നെ ഇടപെടലിലാണ് ഞാൻ കൂടുതൽ പാർക്ക് ചെയ്തത്. അങ്ങനെ ഈ ബീച്ചായ അശ്വിൻ ബീച്ചിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വേഗം പോകുന്നത് അടുത്ത ബീച്ച്, ഒരു 4 കിലോമീറ്റർ അപ്പുറത്തുള്ള മാൻഡ്രിൻ ബീച്ചിലേക്കാണ്. പോകുന്ന വഴിയിൽ കണ്ടപ്പം നിർത്തിയതാണ്. അതൊരു സീ വേ റോഡാണ്. കാണാൻ നല്ല രസമുണ്ട്. അധികം ഗസ്റ്റുകളൊന്നും ഇല്ലെങ്കിൽ പോലും അത് ഒരു നല്ലൊരു രസമായിരുന്നു. നമ്മൾ സീ പാരഡൈസ് എന്ന് പറയുന്ന വലിയൊരു റിസോർട്ടുണ്ട് അവിടെ. അതിൻ്റെ അവിടെയാണ് ബൈക്ക് പാർക്ക് ചെയ്ത് നമ്മൾ ഇതിൻ്റെ ഇടവഴിയിൽ കൂടിയാണ് മാൻഡ്രിൻ ബീച്ചിന്റെ ഉള്ളിലേക്ക് പോകുന്ന വഴിയിൽ നമുക്കിതുപോലെ ഒരു വുഡിന്റെ ഒരു ബ്രിഡ്ജൊക്കെ കാണാം. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു ഇത്. അങ്ങനെ ഞാൻ മന്ദം നടന്ന് ആ ചെറിയൊരു തോട് പോലെയുള്ള റിവർ ക്രോസ് ചെയ്ത് അങ്ങനെ മാൻഡ്രിൻ ബീച്ചിന്റെ കവാടം കഴിഞ്ഞ് ബീച്ചിന്റെ അവിടെ തന്നെ എത്തിയിരിക്കുകയാണ്. കാലങ്കുട്ടി അല്ലെങ്കിൽ ബാഗ ബീച്ചുകളെ അപേക്ഷിച്ച് ഇവിടെ തിരക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സമാധാനമായി സൗകര്യമായും സമയം ചെലവഴിക്കാൻ ഇത് മികച്ചൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ വീതിയേറിയതും വൃത്തിയുള്ളതുമായ വെളുത്ത മണൽത്തരികൾ നിറഞ്ഞതാണ് ഈ ഒരു തീരം. അത് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തൊക്കെ മനസ്സിലാവും.
അതുപോലെ തന്നെ ബീച്ചിന് സമാന്തരമായി ഒഴുകുന്ന ഒരു ചെറിയൊരു പുഴയുണ്ട്. കടലിലേക്ക് ചേരുന്നതിന് മുൻപ് ഈ പുഴയ്ക്ക് കുറുകെ ചെറിയ മുളം കൊണ്ടുള്ള പാലങ്ങൾ നമുക്ക് കാണാം. നമ്മൾ വരുന്ന വഴിയിലും അത് കണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫോറിനേഴ്സിന്റെ നിരവധി യോഗ സെന്ററുകൾ, അതുപോലെ മെഡിറ്റേഷൻ, അതുപോലെ തന്നെ ഉഴിച്ചിൽ ധാരാവസ്ഥ എന്ന് തുടങ്ങിയിട്ടുള്ള ആയുർവേദിക് റിസോർട്ടുകൾ എന്ന് തുടങ്ങി ഒരുപാട് ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ്സും ഇവിടെയുണ്ട്. മെയിനായിട്ട് സീ ഫുഡിന് പേര് കേട്ട ഒരു ഇടം തന്നെയാണ് ഈ റൊമാൻഡ്രിയം ബീച്ച്. അതുപോലെ ഞാനിങ്ങനെ സൈഡിൽ കൂടെ നടന്നു പോകുമ്പോഴാണ് ഈ ചേച്ചിയെ കണ്ടത്. ഞാൻ എൻ്റെ വീഡിയോസ് എടുക്കുന്നത് കണ്ടപ്പോൾ ഈ ചേച്ചി ഏത് ചാനലാണ്, നിങ്ങൾക്ക് യൂട്യൂബിൽ ചാനലുണ്ടോ എന്ന് തുടങ്ങി ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം, ഈ ഒരു ഗോവയെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചി ഒരു മടിയും കൂടാതെ ഗോവയിലെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് 1 by 1 ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. എപ്പോഴും ഇവിടെ കാണാവുന്ന ഒന്നാണ് സേഫ്റ്റി ഗാർഡുകളുടെ ഈ ഒരു വണ്ടി. ഇതൊരു ഇലക്ട്രിക്കൽ വണ്ടിയാണ്. ഗോവൻ ബീച്ചുകൾ ഒരു 5 കിലോമീറ്റർ മുതൽ 15 കിലോമീറ്റർ വരെ വലിയ വിസ്താരമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നടന്നു പോയി വീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. അതിനാണ് ഈ വണ്ടി.